എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വീണ്ടും വായിക്കാം. സ്തോത്രം. 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് നമുക്ക് വീണ്ടും ഈ രാത്രി വായിക്കാൻ കർത്താവ് കൃപ നൽകി. ഇതിന്റെ ആദ്യ ഭാഗങ്ങളിൽ നിന്നുള്ള ചില ചിന്തകൾ നമ്മൾ കഴിഞ്ഞ തവണ ഒരുമിച്ച് ചിന്തിച്ചിരുന്നു. സ്തോത്രം. തുടർന്നുള്ള ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് വേഗത്തിൽ ചില ചിന്തകൾ കൂടി ദൈവസനയിൽ ഒരുമിച്ച് ചിന്തിക്കുവാൻ ദൈവത്തിന്റെ സനയിൽ നമുക്ക് സമർപ്പണത്തോടെ ആയിരിക്കാം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചു കേൾക്കുന്നത്. ആദ്യത്തെ ഭാഗം ഇങ്ങനെയായിരുന്നു: സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പറ്റുന്ന പാപം വിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഭാരവും പാപവും വിട്ട് ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നുള്ള ചിന്ത നമ്മൾ കഴിഞ്ഞ ദിവസം ഒരുമിച്ച് ചിന്തിച്ചിരുന്നു. ഭാരം വിട്ടാൽ മാത്രമേ ഓട്ടക്കളത്തിൽ ഓടാൻ കഴിയത്തുള്ളൂ. ഭാരം വിട്ടാൽ മാത്രമേ നമുക്ക് മുന്നേറാൻ കഴിയത്തുള്ളൂ. ഭാരം വിട്ടാൽ മാത്രമേ നമുക്ക് ദൈവസനയിൽ ശക്തിപ്പെടാൻ കഴിയത്തുള്ളൂ. ആമേൻ, സ്തോത്രം. ഭാരം വിടണം, പാപം വിടണം. പാപത്തെക്കുറിച്ച് നമ്മൾ കേട്ടുന്നു. മുറുകെ പറ്റുന്ന പാപമാണ്. നമ്മൾ വിട്ടാലും നമ്മെ പിടിക്കുന്ന, നമ്മെ വിടാൻ അനുവദിക്കാതെ മുറുകെ പിടിക്കുന്ന പാപത്തിന്റെ ശക്തികളെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിച്ചു. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ആ വചനത്തിന്റെ മുമ്പാകെ സമർപ്പിച്ചു കൊടുക്കാം. ഭാരങ്ങളെ വിട്ടുകൊണ്ട്, പാപത്തെ വിട്ടുകൊണ്ട് നമുക്ക് മുമ്പിൽ ഒരു ഓട്ടമുണ്ടെന്ന് മനസ്സിലാക്കി അത് സ്ഥിരതയോട് ഓടുവാൻ ഈ രാത്രി സമർപ്പിച്ചു കൊടുക്കാം. സ്ഥിരതയോട് ഓടുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. അങ്ങനെ സ്ഥിരതയോടെ ഓടുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാണ്. ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ പ്രവർത്തിക്കാൻ പോകുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്: വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പൊ നമ്മുടെ കർത്താവാണ് വിശ്വാസത്തിന്റെ നായകൻ. നമ്മുടെ കർത്താവാണ് പൂർത്തി വരുത്തുന്ന കർത്താവ്. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് വിശ്വാസത്തിന്റെ നായകനായി, പൂർത്തി വരുത്തുന്നവനായി നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ട് നാം അവനെ നോക്കിക്കൊണ്ട് ഓട്ടത്തിൽ മുന്നേറുവാൻ ദൈവത്തിന്റെ വചനം സംസാരിക്കുകയാണ്. സ്തോത്രം. തുടർന്നുള്ള ഭാഗത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ആമേൻ, സ്തോത്രം. ആ യേശുവിന്റെ പ്രത്യേകത, ആ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിന്റെ പ്രത്യേകത എന്താണ്? തന്റെ മുമ്പിലുള്ള അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. സ്തോത്രം. അപ്പോൾ ഈ യേശു കർത്താവിന്റെ പ്രത്യേകത, അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി, സ്തോത്രം, അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച്, ആമേൻ, ദൈവസിംഹാസനത്തിന്റെ വലത് ഭാഗത്തേക്ക് ഇരുന്നു. അപ്പോൾ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച്, ആമേൻ, അവന്റെ ജീവിതത്തിൽ അപമാനങ്ങൾ വരും എന്ന് ഇവിടെ നമ്മൾ കാണുകയാണ്. നമ്മുടെ യേശു കർത്താവ് അപമാനത്തെ അലക്ഷ്യമാക്കി ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നിൽക്കുവാൻ തയ്യാറായപ്പോൾ, ക്രൂശിനെ സഹിക്കാൻ തയ്യാറായപ്പോൾ അതൊരു അപമാനമായിരുന്നു. ക്രൂശ് നമുക്ക് ഇന്ന് അഭിമാനമായി തോന്നുന്നുണ്ടാവും. ക്രൂശ് പലർക്കും ഒരു അഭിമാന ചിഹ്നമായി ഈ രാത്രി തോന്നുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തകർക്കപ്പെടുമ്പോൾ ക്രൂശ് ഒരു അപമാന ചിഹ്നമായിരുന്നു. ക്രൂശ് ഒരു നിന്ദയുടെ ചിഹ്നമായിരുന്നു. ക്രൂശ് ഒരു, ആമേൻ, ഭാരം വഹിക്കുന്ന ചിഹ്നമായിരുന്നു. അപമാനത്തിന്റെ, നിന്ദയുടെ ചിഹ്നമായ ക്രൂശിനെ സഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ താൻ ക്രൂശിതനായി തകർക്കപ്പെട്ടു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അപമാനത്തെ അലക്ഷ്യമാക്കി. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപമാനം തന്റെ ജീവിതത്തിൽ വന്നപ്പോൾ അത് സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട്
ദൈവസന്നിധിയിൽ മുന്നേറുവാൻ തുടങ്ങി. ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാകും? ദൈവത്തിന് വേണ്ടി മുന്നേറാൻ തയ്യാറാകുമ്പോൾ അപമാനങ്ങളെ അലക്ഷ്യമാക്കാൻ തുടങ്ങണം. നമ്മളെ കുറിച്ച് അപമാനങ്ങൾ പറയുമ്പോൾ, അപവാദങ്ങൾ പറയുമ്പോൾ പലരും ഒരു അപവാദത്തിന്റെ വാക്ക് കേൾക്കുന്നതോടുകൂടി ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നും ദൈവത്തിന്റെ ദൗത്യങ്ങളിൽ നിന്നും ജനം പിന്മാറിപ്പോകും. സ്തോത്രം. പലരുടെയും ജീവിതത്തിലെ പ്രശ്നം ഒരു അപവാദങ്ങളോ ഒരു ദുശ്രുതിയോ പറഞ്ഞു കേൾക്കുന്നതോടുകൂടി പലരും ദൈവിക പദ്ധതിയുടെ ഭാഗത്തു നിന്ന് പിന്മാറിപ്പോകാൻ തുടങ്ങും. ഇന്ന് രാത്രി ശ്രദ്ധിച്ചാട്ട് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് അന്ത്യകാലത്ത് വിശ്വാസം ത്യജിക്കുന്ന ആളുകൾ ഒത്തിരി രൂപപ്പെടുമെന്ന, വിശ്വാസ ത്യാഗികൾ ഒത്തിരി ലോകത്ത് രൂപപ്പെടും. വിശ്വാസം ത്യജിക്കുന്ന, വിശ്വാസത്തിന്റെ വഴികളിൽ നിന്ന് പിന്മാറി സഞ്ചരിക്കുന്ന, വിശ്വാസത്തിന്റെ വഴികളിൽ നിന്ന് പുറകോട്ട് നടക്കുന്ന ഒരു വലിയ സമൂഹം നമുക്കിടയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുകയാണ്. വിശ്വാസത്തെ ത്യജിക്കുന്ന, വിശ്വാസത്തിന്റെ ത്യാഗികൾ നമ്മുടെ ജീവിതത്തിൽ ആമേൻ നമ്മൾ പലപ്പോഴും കാണുവാൻ ഇടയാകും. അപ്പൊ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, യേശു വചനം അനുസരിച്ച് ദൈവത്തിന്റെ ദൗത്യവുമായി ദൈവിക പദ്ധതിയുടെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ അവൻ ആമേൻ സ്തോത്രം അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അപ്പൊ നാം ദൈവത്തിന്റെ പദ്ധതിയായി നിലനിൽക്കുമ്പോൾ അലക്ഷ്യമാക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വളർന്നു വരണം. ആരെങ്കിലും നമ്മളെ കുറിച്ച് അപവാദം പറയുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി വിട്ട് നമ്മൾ ദൈവിക ദൗത്യങ്ങളിൽ നാം പുറകോട്ട്, ദൈവത്തിന്റെ ഉദ്ദേശങ്ങളിൽ നാം പുറകോട്ട്. ഈ രാത്രി അപമാനങ്ങളെ അലക്ഷ്യമാക്കി ദൈവത്തിന്റെ മക്കൾ ദൈവസന്നിധിയിൽ മുന്നേറി ചെല്ലുവാൻ ദൈവത്തിന്റെ വചനം നമുക്ക് ഈ രാത്രി പ്രബോധനം നൽകുകയാണ്. അപമാനങ്ങളെ അലക്ഷ്യമാക്കി മുന്നോട്ട് പോകുക. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നാം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ നമ്മെ കുറിച്ച് അപവാദം പറയുക എന്നുള്ളതാണ് പ്രതിയോഗിയായ പിശാചിന്റെ ഒരു പദ്ധതി. സ്തോത്രം. പിശാചിനെ കുറിച്ച് നമ്മൾ വായിച്ചു കേൾക്കുന്നത് അവൻ അപവാദി എന്നാണ്. അപവാദി. ഒരിക്കലും പിശാച് സത്യമല്ല പറയുന്നത്. അവൻ അപവാദം പറഞ്ഞുണ്ടാക്കുന്നു, അപവാദം കേൾപ്പിക്കുന്നു, അപവാദം ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങനെയാണെന്ന് മനുഷ്യനോട് പറഞ്ഞ് അപവാദങ്ങളെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഈ അപവാദിയായ പിശാചിന്റെ പദ്ധതികളെ മറികടക്കാതെ ഒരു ദൈവ പൈതലിന് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി നിൽക്കാൻ കഴിയത്തില്ല. പിശാച് അപവാദം പറയുന്നവനെന്ന് തിരിച്ചറിഞ്ഞ്, പിശാചിന്റെ പദ്ധതികൾ അപവാദ പ്രചരണമാണെന്ന് തിരിച്ചറിഞ്ഞ് അപവാദങ്ങളെ മറികടക്കുന്ന ദൈവത്തിന്റെ പൈതലിന് മാത്രമേ ദൈവത്തിന്റെ ദൗത്യങ്ങളിൽ മുന്നേറാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി യേശുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ച് ദുഷിച്ചു പറഞ്ഞ ദുഷിച്ചിലുകളെ സാരമില്ലെന്നെണ്ണി, തന്നെ കുറിച്ച് പറഞ്ഞ അപവാദങ്ങളെ സാരമില്ലെന്നെണ്ണി ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി നിന്നു. എന്തുകൊണ്ടാ യേശുവിനെ എല്ലാവരും അപമാനിച്ചത്? യേശു ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ടാ, യേശു ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി നിന്നതുകൊണ്ടാ, പരീശന്മാരെയും ന്യായശാസ്ത്രിമാർക്ക് എതിരെ സംസാരിച്ചതുകൊണ്ടാ, ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിക്കുവാൻ ജനത്തെ ഉപദേശിച്ചതുകൊണ്ടാ, ആമേൻ യഹൂദ പ്രമാണികളെ ആമേൻ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അവരെ കുറ്റം വിധിച്ചുകൊണ്ടാണ് ആമേൻ യേശുവിനെ ലോകം അപവാദി എന്ന് എണ്ണുവാൻ തുടങ്ങിയത്. യേശുവിനെ കുറിച്ചുള്ള അപവാദ പ്രചരണങ്ങൾ എന്തൊക്കെയാണ്? ആമേൻ യേശുവിനെ കുറിച്ച് ആളുകൾ പറഞ്ഞത് അവൻ ഒരു വ്യഭിചാരപുത്രൻ എന്നായിരുന്നു. സ്തോത്രം. മറിയ വ്യഭിചാരത്താൽ ഗർഭം ധരിച്ചു എന്ന് അന്നുള്ള പലരും യേശുവിനെ കുറിച്ച് പറഞ്ഞു. യേശു ഒരു തച്ചന്റെ മകനാണെന്ന് പറഞ്ഞു. യേശു ജാരസന്തതിയാണെന്ന് ലോകം വിധി പറഞ്ഞു. ശ്രദ്ധിച്ചാട്ടെ, യേശുവിലൂടെ ശുശ്രൂഷകൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കെ, യേശുവിലൂടെ അഭിഷേകം വെളിപ്പെട്ടുകൊണ്ടിരിക്കെ, യേശുവിലൂടെ അസാധാരണമായ കാര്യങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കെ ലോകം സ്തോത്രം ഹല്ലേലൂയ യേശുവിനെതിരെ സംസാരിച്ചു. അവൻ വ്യഭിചാര പുത്രനാണ്, അവൻ ജാരസന്തതിയാണ്. ആമേൻ സ്തോത്രം. യേശുവിനെ കുറിച്ച് അങ്ങനെ അപവാദങ്ങൾ പറഞ്ഞ് മനുഷ്യൻ ആമേൻ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നും കർത്താവിന്റെ ആമേൻ അടുക്കൽ നിന്നും ജനത്തെ അകറ്റുവാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ വലിയൊരു സമൂഹം യേശുവിനെ പിൻഗമിക്കുന്നത് കണ്ടിട്ട്, വലിയൊരു സമൂഹം യേശുവിനെ പിന്തുടരുന്നത് കണ്ടിട്ട് അസൂയ പൂണ്ട് യഹൂദ മത അനുസാരികൾ
ഒത്തിരി പേർ യേശുവിനെതിരെ എഴുന്നേറ്റ് അവൻ പാപികളോടും ചുങ്കക്കാരോടും കൂടെ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞ്, അവരോടുകൂടെ വസിക്കുന്നു എന്ന് പറഞ്ഞ്, പാപിനിയായ സ്ത്രീകളോടൊപ്പം സമയം ചെലവഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ അപവാദം പറഞ്ഞു. യേശുവിനെ അപവാദം പറഞ്ഞപ്പോൾ യേശു തന്റെ ദൗത്യങ്ങളിൽ നിന്ന് പിന്മാറുകയല്ല ചെയ്തത്. അപവാദ പ്രചരണങ്ങൾ കേട്ടപ്പോൾ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് പുറകോട്ട് പോവുകയല്ല ചെയ്ത്, മറിച്ച് ദൈവത്തിന്റെ പദ്ധതിയിൽ വീണ്ടും കർത്താവ് ജാഗരൂകനായി വീണ്ടും ശക്തിയോടെ മുന്നോട്ട് പോയി. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതൽ കേട്ടാട്ട് നിന്നെ ഏതെങ്കിലും ഒരു അപവാദ പ്രചരണങ്ങളുടെ നടുവിൽ പിശാച് തളച്ചിടാൻ ശ്രമിക്കുമ്പോൾ, ഏതെങ്കിലും നിന്ദയുടെ വാക്കുകൾ പറഞ്ഞ് നിന്നെ ഒതുക്കുവാൻ ശ്രമിക്കുമ്പോൾ, ദൈവത്തിന്റെ പൈതങ്ങൾ തളർന്നു പോകുകയല്ല വേണ്ടത്. ദൈവത്തിന്റെ മക്കൾ ആത്മാവിൽ എഴുന്നേറ്റ് ങ്ങളെ കീഴടക്കുവാൻ തുടങ്ങണം. ശത്രുവിന്റെ പദ്ധതികളെ കീഴടക്കാൻ തുടങ്ങണം. സ്തോത്രം. ദൈവത്താൽ അനുവദിക്കപ്പെടുന്ന ഒരു വെല്ലുവിളി നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 3.5 വർഷക്കാലം പരസ്യ ശുശ്രൂഷ ചെയ്തു. 3.5 വർഷക്കാലം പരസ്യ ശുശ്രൂഷ ചെയ്യുമ്പോഴും യേശു കഠിനമായ കഷ്ടങ്ങളുടെയും വേദനകളുടെയും നടുവിൽ നിൽക്കുമ്പോഴും, പിശാചിന്റെ പദ്ധതികൾ പലപ്പോഴും തനിക്കെതിരെ പ്രവർത്തിക്കുമ്പോഴും, സ്തോത്രം, അവിടെയൊന്നും ആത്യന്തികമായ ജയം അല്ലെങ്കിൽ പിശാചിന്റെ മേലൊരു ജയം പലപ്പോഴും നമുക്ക് കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. യേശുവിനെതിരെ ആളുകൾ കൂട്ടം കൂടുമ്പോഴോ, യേശുവിനെതിരെ ആളുകൾ സംസാരിക്കുമ്പോഴോ, പല പദ്ധതികൾ ഒരുക്കുമ്പോഴോ, സ്തോത്രം, അവിടെ കർത്താവ് പലപ്പോഴും മൗനമായി നിന്ന് മറ്റുള്ളവരുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ താൻ സൗമ്യനായി മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. യേശു കർത്താവിനെ സ്തോത്രം ഒറ്റിക്കൊടുത്ത് തന്നെ ബന്ധിയാക്കി, തന്നെ ചാട്ടവാറിനാൽ അടിച്ച് ക്രൂശിൽ തറയ്ക്കുവാൻ വേണ്ടി തലയിൽ മുൾക്കിരീടം ധരിച്ച് മരക്കുരിശുമായി ചുമന്നുകൊണ്ടു പോകുന്ന സമയത്ത് നിരവധി തവണ ചാട്ടവാറിനാൽ അടിയേറ്റ് മുറിവേറ്റ് പലപ്പോഴും വീണും എഴുന്നേറ്റ് കാൽവറി ക്രൂശിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ പിതാവാം ദൈവത്താൽ ത്യജിക്കപ്പെട്ടവനെ പോലെ നമുക്ക് തോന്നി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവത്തിന് അവനെ ത്യജിച്ചു കളയുവാൻ ഇഷ്ടം തോന്നി, അവനെ മറന്നു കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. അങ്ങനെ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവനെ പോലെ, ദൈവത്താൽ ത്യജിക്കപ്പെട്ടവനെ പോലെ യേശു കർത്താവ് വീണ്ടും എഴുന്നേറ്റു, ചാട്ടവാറിനാൽ അടിയേറ്റ്, ദുഷിച്ചിലുകൾ ഏറ്റ്, നിന്നയേറ്റുകൊണ്ട്, തുപ്പലേറ്റുകൊണ്ട്, രോമം പുഴുതു പറിക്കുന്ന ആളുകളുടെ പീഡനം സഹിച്ചുകൊണ്ട്, കണ്ണുകൾ മൂടിക്കെട്ടി, തന്നെ ക്രൂരമായി ഉപദ്രവിച്ചിട്ട് തന്നെ അടിക്കുന്നവരാരെന്ന് പ്രവചിക്കാൻ പറഞ്ഞ് ഇങ്ങനെ വളരെ ബദ്ധപ്പാടോടെ, വളരെ വേദനയോടെ യേശു കർത്താവ് മുന്നോട്ട്. പിതാവാം ദൈവത്തിന് തന്നെ തകർത്ത് കളയുവാൻ ഇഷ്ടം തോന്നി. സ്തോത്രം. ഇതൊരു അപമാനത്തിന്റെ ഭാരമാണ് യേശു വഹിച്ചത്. യേശു ക്രൂശിൽ വഹിച്ചത് വളരെ വേദനയുടെയും നിന്ദയുടെയും അപമാനത്തിന്റെയും ഒരു തലമായിരുന്നു. അങ്ങനെ അപമാനങ്ങളും നിന്ദകളും വേദനകളും സഹിച്ച് യേശു മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ യേശു സ്തോത്രം ഒരു പ്രത്യേക ദൗത്യത്തിനു വേണ്ടി നമ്മുടെ യേശു അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ഇന്ന് രാത്രി ദൈവവൈതലേ, നിനക്കൊരു ഉയർപ്പിന്റെ അനുഭവമുണ്ട്. നീ ക്രൂശിക്കപ്പെട്ടവരാൽ ഉന്തിക്കളയുന്ന മണ്ഡലത്തിൽ രാത്രി ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു, എന്ന് നീ മരണപ്പെട്ട് കല്ലറയിൽ അടയ്ക്കപ്പെട്ടവനായി നിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. 3-ാം നാളിൽ നിനക്കൊരു ഉയർപ്പ് നൽകിത്തന്ന്, 3-ാം നാളിൽ ദൈവത്തിന്റെ വിടുതലിന്റെ കരം പകർന്ന്, ദൈവത്തിന്റെ ആത്മശക്തിയുടെ വ്യാപാരം നിന്റെ മേൽ നൽകിത്തന്ന് ദൈവം ജനത്തെ മുന്നോട്ട് നയിക്കുവാൻ ഈ രാത്രി വിശ്വസ്തനായ കർത്താവാണ്. അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി എന്തിനു വേണ്ടി? ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തേക്ക് ഇരിക്കാൻ വേണ്ടി. എന്തിനു വേണ്ടി നമ്മുടെ യേശു ക്രൂശിനെ സഹിച്ചു? ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക്, ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെടാൻ വേണ്ടി. ഇന്ന് രാത്രി ദൈവപോയതിൽ ശ്രദ്ധിച്ചാട്ട് നിന്റെ ജീവിതത്തിൽ അപവാദങ്ങളും പറഞ്ഞുകൊണ്ട് പിശാച് പലവിധ പദ്ധതികൾ ഒരുക്കി ജീവിതത്തെ ഒതുക്കി കളയുവാൻ ശ്രമിക്കുമ്പോൾ, തകർത്ത് കളയുവാൻ ശ്രമിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വ്യാപരിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മളോട് വ്യക്തമാക്കിയാണ്. ഈ അപമാനങ്ങൾ ഒരു ഉയർപ്പിലേക്ക് നിന്നെ നടത്തുകയാണ്. ഈ അപവാദത്തിന്റെ ശക്തികൾ നിന്നെ കുഴിച്ചു മൂടാനുള്ളതല്ല. ഈ അപവാദത്തിന്റെ വാക്കുകൾ നിന്നെ ഒതുക്കി കളയുവാനുള്ളതല്ല. നിന്നെ അനുഗ്രഹിച്ച് നിന്നെ മാനിപ്പാൻ ശക്തനായൊരു
ിലുണ്ട് ഈ രാത്രി പൈശാചിക ശക്തികളെ കീഴടക്കിക്കൊണ്ട്, അന്ധകാര ശക്തികളെ കീഴടക്കിക്കൊണ്ട് ദൈവപ്രവൃത്തിയുടെ കരം ഇന്ന് രാത്രി വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുകൂലമായി വെളിപ്പെടുകയാണ്. അപമാനങ്ങളെ അലക്ഷ്യമാക്കുന്ന ദൈവ പൈതലേ, ആമേൻ, ക്രൂശിനെ സഹിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ, സ്തോത്രം, ദൈവസിംഹാസനത്തിന്റെ വലതു ഭാഗത്തേക്ക് യേശു കർത്താവ് ഉയർത്തപ്പെട്ട മൂന്നാം നാളിൽ ആമേൻ, ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലതു ഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടതുപോലെ ദൈവത്തിന്റെ മക്കളെ ഉയർത്തുന്ന ഒരു ദിവസം ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിന്റെ മേൽ വ്യാപരിക്കുന്നെങ്കിൽ നിന്റെ മർത്യു ശരീരങ്ങളെ അവൻ ജീവിപ്പിക്കും. സ്തോത്രം. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിന്റെ മേൽ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ആ ആത്മാവ് നിന്നെ ദിവസമുണ്ട്. നിന്നെ ഈ മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. അപമാനത്തിൽ നിന്ന് ഒരു ദിവസമുണ്ട്. നിന്നയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദിവസമുണ്ട്. തിരസ്കരണത്തിൽ നിന്ന് പുറത്തു ദിവസമുണ്ട്. ദൈവത്താൽ അനുവദിക്കപ്പെട്ട ഒരു അപമാനത്തിന്റെ ഭാരം പേറിക്കൊണ്ട് ദൈവത്തിന്റെ പൈതൽ മുന്നോട്ട് പോകുമ്പോൾ ആകുലപ്പെടരുത്, ചഞ്ചലപ്പെടരുത്. യേശു കർത്താവ് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുമ്പോൾ ഒരിക്കൽ പോലും തന്നെ പീഡിപ്പിക്കുന്നവരോട് താൻ പരിതപിച്ചില്ല. ഒരിക്കൽ പോലും തന്നെ ഉപദ്രവിച്ചവരോട് പകയോടെ വിദ്വേഷത്തോടെ സംസാരിച്ചിട്ടില്ല. കാൽവരി ക്രൂശിൽ കിടങ്ങുമ്പോൾ യേശു കർത്താവ് ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, ദൈവത്താൽ അനുവദിക്കപ്പെട്ട ഒരു വെല്ലുവിളിയുടെ നടുവിൽ നിൽക്കുമ്പോൾ, ദൈവത്താൽ അനുവദിക്കപ്പെട്ട ഒരു പ്രതികൂലത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ മക്കൾ ആശങ്കപ്പെടരുത്. നിന്നെ ഉയർപ്പിക്കുന്ന ഒരു ഉയർപ്പിന്റെ ദിനം, ആമേൻ, ഉയർപ്പിന്റെ ഒരു പൊൻപുലരി നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആമേൻ, സ്തോത്രം. നിന്നെ അപമാന ശരങ്ങളാൽ നിന്നെ ഒതുക്കുവാൻ നോക്കുന്ന പൈശാചിക നീ ദിവസമുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ ആ ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. നമുക്കറിയാം, ആമേൻ, നമ്മുടെ ഈ രാജ്യങ്ങളിൽ, ലോകത്ത്, ആമേൻ, നമ്മുടെ ആമേൻ, ഭൗമിക ഉപരിതലം വിട്ട് ആമേൻ ശൂന്യാകാശത്തേക്കും ബഹിരാകാശത്തേക്കും അനേക ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാറുണ്ട്. വിവിധ രാജ്യങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഒരു ഭൗമിക ഉപരിതലത്തിൽ നിന്ന് ഒരു വസ്തു ആമേൻ ഉയരത്തിലേക്ക് പോകുന്നത്? ഭൗമിക ഉപരിതലം വിട്ട് എങ്ങനെ ഒരു ആമേൻ വസ്തു ബഹിരാകാശത്തേക്ക് പോകുന്നു? അതിന്റെ ആമേൻ കാരണം ഇതാണ്: ഈ ഭൗമിക ഉപരിതലത്തിൽ വ്യാപരിക്കുന്ന ഒരു ഗ്രാവിറ്റി ഫോഴ്സിനെ ആമേൻ, സ്തോത്രം, മറികടന്നുകൊണ്ട്, ഭൂഗൃഹാകർഷണം ബലത്തെ മറികടന്നുകൊണ്ട്, ആമേൻ, ആ ഗ്രാവിറ്റി ഫോഴ്സിനെ മറികടന്നുകൊണ്ട് ഒരു അത്യന്ത ശക്തി ഈ വസ്തുവിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ, ഈ ഉപഗ്രഹത്തിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ, റോക്കറ്റിനാൽ ഒരു അത്യന്ത ശക്തി ഇതിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ, ഈ ഭൗമിക ഉപരിതലത്തിലേക്ക്, അതിന്റെ കേന്ദ്രത്തിലേക്ക് വ്യാപരിക്കുന്ന, ആമേൻ, ആകർഷിക്കുന്ന ആ ശക്തിയെ മറികടന്നുകൊണ്ട്, ആമേൻ, റോക്കറ്റ് ഈ ഉപഗ്രഹത്തെ വഹിച്ചുകൊണ്ട് ആമേൻ ബഹിരാകാശത്തേക്ക് ഉയർന്നു പറക്കുന്നത് പോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതൽ വിശ്വസിച്ചാട്ട് നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മശക്തി നിന്നെ ഒരു ദിവസമുണ്ട്. നിന്നെ പിടിച്ചു ഭൂമിക ഉപരിതലത്തിൽ ബന്ധിച്ചിട്ട്, നിന്നെ വിവിധ വിഷയങ്ങളിൽ ബന്ധിച്ചിട്ട് ഇനി മുന്നേറാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് പിശാച് അപവാദങ്ങൾ പറഞ്ഞ്, ദുശ്രുതികൾ പറഞ്ഞ് തളച്ചിടുമ്പോൾ ഈ രാത്രി ദൈവത്തിന്റെ പൈതൽ വിശ്വസിക്കുക: ഈ ഭൗമിക ഉപരിതലം നീ മുന്നേറുന്ന ഒരു ദിവസമുണ്ട്. ഈ ഉപരിതലത്തെ ഭേദിച്ചുകൊണ്ട് നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുടെ ദിവസമുണ്ട്. അന്ന് ഈ വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് നീ ഉയരത്തിലേക്ക് പറക്കാൻ പോകുകയാണ്. ആമേൻ, സ്തോത്രം. ബഹിരാകാശത്തിലേക്ക് ഈ ഉപഗ്രഹത്തെ വഹിച്ചുകൊണ്ട് റോക്കറ്റ് അതിശക്തിയോടെ, അതിവേഗതയിൽ, ദ്രുതഗതിയിൽ ആമേൻ ചലിക്കുന്നത് പോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായ കാര്യങ്ങൾ നടക്കാൻ പോകുകയാണ്. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്: യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിന്റെ മർത്യു ശരീരത്തിൽ വ്യാപരിക്കുന്നെങ്കിൽ നിന്റെ മർത്യു ശരീരത്തെ അവൻ ജീവിപ്പിക്കും. ഇന്ന് രാത്രി ദൈവവൈതൽ വിശ്വസിച്ചാട്ട് നിനക്കൊരു ജീവൻ നൽകുന്ന, നിനക്ക് ഉയർപ്പ് നൽകുന്ന, ആമേൻ, സ്തോത്രം, നിന്നെ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരുത്തുന്ന ദൈവിക പദ്ധതിയുടെ ഭാഗമായി നിന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടെന്ന് പിശാച് മനസ്സിലാക്കി നിന്നെ തളർത്തിക്കളയുവാൻ പിശാച് പദ്ധതികൾ ഒരുക്കുമ്പോൾ ഈ രാത്രി ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വന്ന് നമ്മെ അസാധാരണമായ വൻകാര്യങ്ങളിലേക്ക് ദൈവം പുറത്തു പോകുകയാണ്. ഇന്ന് രാത്രി വിശ്വസിച്ചാട്ട് പിശാചിന് പ്രവർത്തിക്കാൻ ദൈവം ഒരു സമയം അനുവദിച്ചിട്ടുണ്ട്. പിശാചിന് പ്രവർത്തിപ്പാൻ ഒരു സമയമുണ്ട്. പക്ഷേ ഈ കാലഘട്ടം മറികടന്ന് പിശാചിന്റെ പദ്ധതികളെ കീഴടക്കിക്കൊണ്ട് ദൈവത്തിന്റെ ജനത്തെ പുറത്തു സമയമുണ്ട്. പിശാചിന്റെ പദ്ധതികളെ മറികടന്നുകൊണ്ട് ദൈവം തന്റെ പദ്ധതികളെ സ്ഥാപിക്കുന്ന ഒരു സമയമുണ്ട്. ഏത് ദൈവിക പദ്ധതിയും എടുത്തു പരിശോധിക്കുമ്പോൾ
നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ആദ്യം പിശാചിന് പ്രവർത്തിപ്പാൻ ദൈവം അനുവാദം കൊടുക്കുന്നു. പിശാചിനോട് പറയുന്നു, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യണം, നിനക്ക് ബോധിച്ചവണ്ണം പ്രവർത്തിക്കുക, നിനക്ക് കഴിയാവുന്നതിനൊക്കെ അപ്പുറം പരിശ്രമിക്കുക. പക്ഷെ അതിനുശേഷം ദൈവം പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ട്. ഇയ്യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് നമുക്കറിയാം. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബിനെ ചുറ്റും മതിൽ കെട്ടി സംരക്ഷിച്ച ദൈവത്തിന്റെ മതിലിനെ ദൈവം പൊളിച്ചു കൊടുത്തു. പിശാച് പ്രവർത്തിക്കാൻ തുടങ്ങി. തന്റെ മക്കൾ നഷ്ടപ്പെട്ടു, തന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, ആടുമാടുകൾ നഷ്ടപ്പെട്ടു, തന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, ഭവനം നഷ്ടപ്പെട്ടു, പ്രതാപം നഷ്ടപ്പെട്ടു, താൻ രോഗിയായി, തന്റെ ശരീരം മുഴുവൻ വ്രണം നിറഞ്ഞു. അവൻ ശരീരത്തിൽ വിവിധ തരത്തിലുള്ള അസഹനീയമായ കഷ്ടതകളിലൂടെ നടുവിലൂടെ ഇയ്യോബ് കടന്നുപോയി. ഉന്നതിയിലിരുന്നവൻ ഔന്നത്യം വിട്ട് താഴേക്ക് ഇറങ്ങി വന്ന് ഏറ്റവും പടുകുഴിയിലേക്ക്, ചാരത്തിൽ ഇരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. ഏറ്റവും താഴ്ചയിലിരിക്കുമ്പോൾ, ഏറ്റവും തകർച്ചയിലിരിക്കുമ്പോൾ സ്തോത്രം, ലോകം മുഴുവൻ ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞു, അയ്യോ ഇയ്യോബ് പാപിയായ വ്യക്തി, ഇയ്യോബ് ദുഷ്ട മനുഷ്യൻ, ഇയ്യോബ് സ്തോത്രം ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവൻ, ദൈവം കൂടെ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടത് കൊണ്ട്, പാപിയായ വ്യക്തിയായതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് അവന്റെ കൂടെയിരുന്ന സഹോദരന്മാർ, കൂടെയിരുന്ന പ്രിയപ്പെട്ടവർ തന്നെ മാനസികമായി പീഡിപ്പിച്ച് തന്നെ തകർത്ത് കളയുവാൻ, തന്നെ ക്ഷീണിപ്പിക്കാൻ പദ്ധതി ഒരുക്കിയപ്പോൾ, ദൈവത്തിന്റെ പ്രത്യേക ദൗത്യത്തിന്റെ സമയം വന്നപ്പോൾ പിശാചിന്റെ പദ്ധതികൾ അഴിച്ചുകൊണ്ട് ദൈവം തന്റെ പദ്ധതിയുടെ ശക്തി ഇയ്യോബിന്റെ മേൽ വെളിപ്പെട്ടപ്പോൾ ഇയ്യോബിന് നഷ്ടപ്പെട്ടത് മുഴുവൻ ദൈവം തിരികെ കൊടുക്കുവാൻ ഇടവന്നു. ഇന്ന് രാത്രി ദൈവവൈതലേ, ദൈവത്താൽ അനുവദിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. പിശാചിനാൽ പീഡിപ്പിക്കപ്പെടുന്ന, അപവാദമേൽക്കുന്ന, അപമാനിക്കപ്പെടുന്ന, ഹല്ലേലൂയ, അപമാനങ്ങളുടെ നടുവിൽ നിൽക്കുന്ന, മറ്റുള്ളവരുടെ നൽകാൻ കഴിയാതെ വണ്ണം പകച്ചു നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ നാം നിൽക്കേണ്ടി വരും. പക്ഷെ ഇതിനെ മറികടന്നുകൊണ്ട് ദൈവത്താൽ ഉയർത്തുണ്ട്, ദൈവത്താൽ നാം മാനിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. ഇന്ന് രാത്രി ദൈവവേദന വിശ്വസിക്കാൻ തയ്യാറാണോ? ദൈവത്താൽ നിന്നെ ഉയർത്ത സമയമുണ്ടെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും എത്തുന്നവനുമായ യേശുവിനെ നോക്കുക. സ്തോത്രം. എന്തുകൊണ്ട് യേശുവിനെ നോക്കണം? മനുഷ്യരൊക്കെ നാം അപമാനമേൽക്കുമ്പോൾ നമ്മൾ വിട്ടുമാറും. മനുഷ്യരൊക്കെ നാം ദുശ്രുതിയിൽ അകപ്പെടുമ്പോൾ മനുഷ്യൻ വിട്ടുമാറും. നമ്മൾ നിന്ന് ചുമക്കപ്പെടുമ്പോൾ മനുഷ്യരെല്ലാം നമ്മെ വിട്ടുമാറും. സ്തോത്രം. പക്ഷേ ഈ നിന്ദകളുടെ നടുവിലും ഇങ്ങനെയുള്ള പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ച നമ്മുടെ കർത്താവിനെ ധ്യാനിക്കുവാൻ ദൈവത്തിന്റെ വചനം പറയുക. മനുഷ്യനെ നോക്കിയാൽ മനുഷ്യൻ നിന്നെ മുമ്പിൽ കൈമലർത്തുന്ന ഒരു ദിവസമുണ്ട്. നിന്നെ ഏറ്റവും സ്നേഹിക്കുന്ന, നിന്റെ ഏറ്റവും സ്നേഹിതൻ, ഇയ്യോബിന്റെ സ്വന്തം ഭാര്യ ഇയ്യോബിനെ ഇയ്യോബിന്റെ ഭാര്യ അവനോട് പറയുകയാണ്, നീ ഇനിയും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞ് പോയി മരിച്ചു കളയുക. ഹേ മനുഷ്യ, നീ ആത്മഹത്യ ചെയ്ത് കളയുക എന്ന് പറഞ്ഞുകൊണ്ട് ഇയ്യോബിനെതിരെ സ്തോത്രം, ഹല്ലേലൂയ, സ്വന്തം ഭാര്യ പോലും സംസാരിക്കുന്ന സമയം കേട്ടാട്ട് നാം അപമാനത്താൽ നിൽക്കുമ്പോൾ, ദുശ്രുതിയുടെ നടുവിൽ നിൽക്കുമ്പോൾ, അപമാനങ്ങൾ നമ്മുടെ മേൽക്കുമേൽ ഭാരമായി നിൽക്കുമ്പോൾ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, ഉറ്റവർ, ഉടയവർ നമ്മെ ഉപേക്ഷിച്ച് കളയുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അപമാനം അലക്ഷ്യമാക്കുന്ന ദൈവത്തിന്റെ പൈതൽ, സ്തോത്രം, ഹല്ലേലൂയ, ക്രൂശിനെ സഹിക്കുന്ന ദൈവത്തിന്റെ പൈതൽ തളർന്നു പോകാതിരിക്കുവാൻ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ച നമ്മുടെ കർത്താവായ യേശുവിനെ നോക്കുക. നമ്മുടെ കർത്താവായ യേശുവിനെ ഓർത്തുകൊള്ളുക. ഈ ലോകത്തിൽ മറ്റാരും നമ്മെ ആശ്വസിപ്പാനില്ല. പ്രതികൂലത്തിന്റെ നടുവിൽ നമ്മെ ധൈര്യപ്പെടുത്താൻ ആരുമില്ല, നടുവിൽ നമ്മെ ശക്തിപ്പെടുത്താൻ ആരുമില്ല. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യത്തിൽ, എല്ലാവരാലും ത്യജിക്കപ്പെടുന്ന സാഹചര്യത്തിൽ സർവശക്തനായ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി വെളിപ്പെടുത്തി നിന്നെ മുന്നോട്ട് നയിക്കാൻ പോകുകയാണ്. ഈ രാത്രി എത്ര പേർ ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. സ്വത്രം. അവൻ അപമാനത്തെ അലക്ഷ്യ ക്രൂശിനെ സഹി ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരുന്നവനാണ്. ഇനി സ്തോത്രം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ, ഈ വെല്ലുവിളികളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾ സാക്ഷാൽ ഒരു ദൈവവൈതലായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന ദുശ്രുതികളുടെയും അപമാന ശരങ്ങളുടെയും നടുവിൽ തളർന്നു പോകാതിരിക്കാൻ ദൈവത്തിന്റെ വചനം പറയുന്നു, പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളി. ഈ രാത്രി നമ്മുടെ കർത്താവായ യേശുവിനെ ധ്യാനിക്കുക. നമ്മുടെ കർത്താവായ യേശു ഇങ്ങനെയുള്ള അപമാനത്തിലൂടെ കടന്നുപോയവനാണ്, ഇങ്ങനെയുള്ള നിന്ദകളിലൂടെ കടന്നുപോയവനാണ്, ഇങ്ങനെയുള്ള പ്രതിസന്ധികളുടെ നടുവിൽ കടന്നുപോയവനാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ
രാത്രി തളർന്നു പോകാതെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ തങ്ങളെ തന്നെ സമർപ്പിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ട്, എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസനെ പ്രാർത്ഥിച്ചാട്ട് അതിശക്തമേറി ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ രാത്രി ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. അപമാനത്തിന്റെ ശക്തികൾ വിട്ടുപോകട്ടെ, ദുശ്രുതികൾ ഈ രാത്രി വിട്ടുപോകട്ടെ. ജീവിതങ്ങളെ തളച്ചിടുന്ന, മുന്നോട്ട് വിടാതെ വണ്ണം വ്യാപരിക്കുന്ന വെല്ലുവിളികൾ, ആമേൻ ആമേൻ, കുടുംബ ജീവിതത്തിൽ തകർച്ച ഉണ്ടാക്കുന്ന പൈശാചിക ശക്തികൾ, ആമേൻ, സമ്പത്തിനെ അപഹരിക്കുന്ന ദുഷ്ടശക്തികൾ, രോഗത്തിന്റെ ശക്തികൾ ഈ രാത്രി വിട്ടുമാറി ദൈവത്തിന്റെ വിടുതൽ തന്റെ ജനത്തിന്റെ നടുവിൽ വ്യാപരിക്കട്ടെ. ഒരു നിമിഷം എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ട്, ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട് പ്രതികൂലത്തിന്റെ നടുവിൽ ഈ രാത്രി ദൈവശക്തിയുടെ വ്യാപാരം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ. അടകാലകക്ഷസ്യ ദേശത്ത് വ്യാപരിക്കുന്ന ദുശ്രുതിയുടെ മണ്ഡലങ്ങൾ രാത്രി കീഴ്പ്പെടട്ടെ, ശക്തികൾ കീഴ്പ്പെടട്ടെ, അപവാദത്തിന്റെ ശക്തികൾ രാത്രി കീഴ്പ്പെടട്ടെ. ദൈവശക്തിയുടെ വ്യാപാരം ഈ ജനത്തിന്റെ നടുവിൽ വ്യാപരിക്കട്ടെ. ജനങ്ങളെ ബന്ധിക്കുന്ന, ഒതുക്കി കളയുന്ന, ആമേൻ, അപമാനത്തിന്റെ ശബ്ദങ്ങളുടെ നടുവിൽ പിടിച്ച് ആമേൻ ഒതുക്കി നിർത്തുന്ന മണ്ഡലങ്ങൾ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോയി വിടുതലിലേക്ക് ജനം നടത്തപ്പെടട്ടെ. ദൈവം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. നിന്റെ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതുകൊണ്ട് സ്തോത്രം. ദൈവിക സമാധാനത്തിൽ അവിടുന്ന് ഈ രാത്രി പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി ഈ ജനത്തിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുകയാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ.